ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മോഡ്യൂൾ 3ൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് പ്രോജക്റ്റ് പ്ലാനിങ്, അതായത് പ്ലാനിങ് ആണ് സിമ്പിളായിട്ട് വരുന്നത്, അതായത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ്. അപ്പം നമ്മൾ റിക്വയർമെൻറ്റ് ഫേസ് ആയിരുന്നു ലാസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത്. റിക്വയർമെൻറ്റ് ഫേസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. സോ റിക്വയർമെൻറ്റ് ഫേസിൻ്റെ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRS ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ SRS പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം തന്നെ അല്ലേ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ്, പ്രോജക്റ്റ് പ്ലാനിങ്. അതായത് നമുക്ക് ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് ചെയ്യുന്നതിന് എന്തുമാത്രം കോസ്റ്റ് ആകും, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ആണ് ആക്ച്വലി നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ SRS ഡോക്യുമെൻറ്റിൽ എല്ലാ ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോ കാര്യങ്ങൾക്കും എന്തുമാത്രം കാര്യങ്ങൾ എസ്റ്റിമേറ്റ്, അതായത് കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ടൈം എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അതായത് പ്ലാനിങ് ഒരു കസ്റ്റമേഴ്സിന് പ്രയോറായിട്ട് പർട്ടിക്കുലർ പ്രോജക്റ്റിന് എന്തുമാത്രം എക്സ്പെൻസീവ് ആകും, അല്ലെ എന്ത് ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യും, ഷെഡ്യൂളിങ്, എത്ര സ്റ്റാഫ് റിക്വയർമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുടെ എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിൽ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ് നോക്കാം. ആഫ്റ്റർ ദ ഫൈനലൈസേഷൻ ഓഫ് SRS വി വുഡ് ലൈക്ക് ടു എസ്റ്റിമേറ്റ് സൈസ്, കോസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടൈം ഓഫ് ദി പ്രോജക്റ്റ്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ എന്തൊക്കെയാണ് സൈസ്, കോസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടൈം, ആ പ്രോജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ആഫ്റ്റർ ഫൈനലൈസേഷൻ ഓഫ് SRS ആണ്. Also, in many cases, customer may like to know the cost and development time even prior to finalization of the SRS. ചില കേസസിൽ കസ്റ്റമേഴ്സിന് അറിയണം ഓവറോൾ ഏകദേശം, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് എൻജിനീയേഴ്സിനൊക്കെ ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പർട്ടിക്കുലർ പ്രോജക്റ്റിന് എന്തുമാത്രം എക്സ്പെൻസ് ആവും എന്നുള്ളത്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് അവർ അതായത് SRS ഫൈനലൈസേഷന് മുമ്പ് തന്നെ കോസ്റ്റും ടൈമും എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീഷൻ അല്ലെ ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇൻ ഓർഡർ ടു കണ്ടക്ട് എ സക്സസ്ഫുൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സ്കോപ്പ് ഓഫ് വർക്ക് ടു ബി ഡൺ, software project planning, the risk to be incurred, resources required, the task to be accomplished, the cost to be expanded, the schedule to be followed. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സക്സസ്ഫുൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മളെന്താ പറയുക, എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ട് ടു ഫൈനൽ സ്റ്റേജ് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് സ്കോപ്പ് ഓഫ് വർക്ക് ടു ബി ഡൺ. അതായത് നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് എന്തുമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ് നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞിരുന്നു. സൈസ് എന്തൊക്കെയായിരിക്കാം, എന്താ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ദെൻ റിസ്ക് ടു ബി ഇൻക്വേർഡ്, അപ്പം പല കേസസ്, അതായത് എന്ത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റാണോ നമ്മൾ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ദ റിസോഴ്സസ് റിക്വയർഡ്, നമ്മൾ റിക്വയർമെൻറ്റ് ഫേസസിലൊക്കെ എന്തെല്ലാം റിസോഴ്സസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. ദ ടാസ്ക് ടു ബി കംപ്ലീറ്റ്, നമുക്ക് ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊരു എന്ത് ടാസ്കൊക്കെയാണ് അത് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദ കോസ്റ്റ് ടു ബി എക്സ്പെൻഡഡ്, അതായത് എക്സ്പെൻഡ് ആണ് കേട്ടോ. അതായപ്പം നമ്മൾ കോസ്റ്റ് ഓവറോൾ എന്തുമാത്രമൊക്കെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ നമ്മൾ ഇതിന് എന്തുമാത്രം ഓവറോൾ ആകും എന്നുള്ളതൊക്കെ. പിന്നെ ദ ഷെഡ്യൂൾ ടു ബി ഫോളോഡ്, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, ഇതിപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ടൈം ടേബിളൊക്കെ പോലെ നമ്മളതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. നമുക്ക് നേരത്തെ അറിയാൻ പറ്റും ഇന്ന സബ്ജക്റ്റാണ് എന്നൊക്കെ. അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ, ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്രോജക്റ്റായിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടല്ല ഡിഫറെൻറ്റ് ടാസ്ക് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഏത് പീരീഡിൽ ചെയ്യണം, ഏത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കും. അപ്പം അങ്ങനെയുള്ള ഷെഡ്യൂളൊക്കെ ഫോളോ ചെയ്യുക.
എന്നുള്ളതൊക്കെയാണ്. സോ ഇൻ ഓർഡർ ടു കണ്ടക്ട് എ സക്സസ്ഫുൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫോളോവിങ് കേസസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ്, അതായത് ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോഫ്റ്റ്വെയർ പ്ലാനിങ് ബിഗിൻസ് ബിഫോർ ടെക്നിക്കൽ വർക്ക് സ്റ്റാർട്ട്സ്, കണ്ടിന്യൂസ് ആസ് എ സോഫ്റ്റ്വെയർ evolves from concept to reality and culminates only when the software is retired. ഓക്കെ, അത് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ ടെക്നിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോഫ്റ്റ്വെയർ പ്ലാനിങ് ഒക്കെ ചെയ്തിരിക്കണം. അതായത് ഫ്രം കൺസെപ്റ്റ് ടു റിയാലിറ്റിയിലോട്ട് എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ്. ഫസ്റ്റ് സൈസ് എസ്റ്റിമേഷൻ, ദെൻ കോസ്റ്റ് എസ്റ്റിമേഷൻ, ഡെവലപ്മെൻറ്റ് ടൈം, ദെൻ റിസോഴ്സസ് റിക്വയർമെൻറ്റ്, ദെൻ പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് ആണ് വരുന്നത്. ഇത്ര ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊന്നും, അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷന് കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് പ്ലാനിങ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന സൈസ്, കോസ്റ്റ്, പിന്നെ ടൈം, പിന്നെ റിസോഴ്സ് റിക്വയർമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ എന്തുമാത്രം എക്സ്പെൻസസ് ഒക്കെ ആകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറച്ച് അധികം കാൽക്കുലേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ്ങിലെ ഫസ്റ്റ് വൺ നമുക്ക് കൺസിഡർ ചെയ്യാം, സൈസ് എസ്റ്റിമേഷൻ. ഇതൊക്കെ നിങ്ങൾ അൽഗോരിതം സബ്ജക്റ്റിൽ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ടൈം കോംപ്ലക്സിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ലൈൻ ഓഫ് കോഡ് ഉണ്ട്, അല്ല ഓരോ ലൈൻ ഓഫ് കോഡിൻ്റെ എക്സിക്യൂഷൻ ടൈം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതിയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് നിങ്ങൾ സ്റ്റെപ്പ് കൗണ്ടൊക്കെ മെത്തേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി സൈസ്, അതായത് ടൈം കോംപ്ലക്സിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ലൈൻ ഓഫ് കോഡ്, സൈസ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ഓവറോൾ കോഡ് ൻ്റെ സൈസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ലൈൻ ഓഫ് കോഡ് ഈസ് LOC എന്നാണ് നമ്മൾ ലൈൻ ഓഫ് കോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ സിംപ്ലി എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് ലൈൻസ് ദെൻ ഫിഗർ ഷോൺ ബിലോ കണ്ടെയ്ൻസ് 18 ലൈൻ ഓഫ് കോഡ്സ്. അതായത് നമ്മളൊരു സോർട്ടിംഗ് അറേ സോർട്ട് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളുടെ കേർലി ബ്രേസസിൻ്റെയും കമൻറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 18 ലൈൻസ് ഓഫ് കോഡാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, അപ്പം വെൻ കമൻറ്റ്സ് ആൻഡ് ബ്ലാങ്ക് ലൈൻസ് ആർ ഇഗ്നോർഡ് ദ പ്രോഗ്രാം ഇൻ ഫിഗർ 2, അതായത് ഈ ഫിഗറിൽ എന്താണ് ഷോൺ ബിലോ കണ്ടെയ്ൻ 17 LOC ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കമൻറ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതായത് കമൻറ്റും ബ്ലാങ്ക് ലൈൻസ് ഒന്നും നമ്മുടെ എക്സിക്യൂഷൻ ടൈമിൽ വരുന്ന കാര്യങ്ങളല്ല. അപ്പം അതൊന്നും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമല്ല. അപ്പം അതിനെ അവോയ്ഡ് ചെയ്താലും ഇതിനകത്ത് ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് എത്ര എണ്ണം വരും? 17 ലൈൻ ഓഫ് കോഡ് വരും. അപ്പം സൈസ് എസ്റ്റിമേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി സൈസ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എ ലൈൻ ഓഫ് കോഡ് ഈസ് എനി ലൈൻ ഓഫ് പ്രോഗ്രാം ടെക്സ്റ്റ് ദാറ്റ് ഈസ് നോട്ട് എ കമൻറ്റ് ഓർ ബ്ലാങ്ക് ലൈൻ റിഗാർഡ്ലെസ് ഓഫ് ദി നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദി ലൈൻ. അപ്പം അതെന്തൊക്കെയായിരിക്കാം? ദിസ് സ്പെസിഫിക്കലി ഇൻക്ലൂഡ്സ് ഓൾ ലൈൻസ് കണ്ടെയ്നിങ് പ്രോഗ്രാം ഹെഡർ, ഡിക്ലറേഷൻ ആൻഡ് എക്സിക്യൂട്ടബിൾ ആൻഡ് നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ കമൻസും ബ്ലാങ്ക് സ്പേസ് ഒന്നും ലൈൻ ഓഫ് കോഡിൻ്റെ കൗണ്ടിലൊന്നും പെടുത്താറില്ല. ദെൻ ദിസ് ഈസ് ദ പ്രിഡോമിനൻറ്റ് ഡെഫിനിഷൻ ഫോർ ലൈൻ ഓഫ് കോഡ് യൂസ്ഡ് ബൈ റിസർച്ചേഴ്സ്. അപ്പം അക്കോർഡിംഗ് ടു ദീസ് ഡെഫിനിഷൻ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു അറേ സോർട്ടിംഗ് പ്രൊസീജിയറിന് ആക്ച്വലി 17 ലൈൻ ഓഫ് കോഡ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷൻ കൗണ്ട്, അതായത് വേറൊരു എസ്റ്റിമേഷനാണ് വരുന്നത്. സൈസ് എസ്റ്റിമേഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു, അതായത് ഫങ്ഷൻസ് ഒക്കെ പലതായിട്ട് വരും. നമ്മുടെ ടാസ്കിനെ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പറഞ്ഞാൽ ജസ്റ്റ് കൺസിഡർ നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യുക, മോണിറ്ററിലോട്ട് ഔട്ട്പുട്ട് കൊടുക്കുക, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാകും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫങ്ഷൻ കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ അലൻ ആർബച്ചിറ്റ് while working for IBM recognized the problem in size measurement in the 1970s and developed a technique which appeared to be a solution to the size measurement problem. അതായത് അലൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ടെക്നിക്കാണ് ഫങ്ഷൻ പോയിൻ്റ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷൻ പോയിൻ്റ് അനാലിസിസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് നോക്കാം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ആൽബ്രിച്ചിറ്റ് ഫങ്ഷൻ പോയിൻ്റ് അനാലിസിസ് നമ്മൾ FP എന്ന്
ഷോർട്ടായിട്ട് പറയും ഈസ് ദാറ്റ് എ സിസ്റ്റം ഈസ് ഡീകമ്പോസ്ഡ് ഇൻറ്റു ഫങ്ഷണൽ യൂണിറ്റ്സ്. നമുക്കറിയാം നമ്മുടെ സിസ്റ്റം അല്ല പ്രോജക്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതായിട്ട് ക്ലാസിഫിക്കേഷൻ ഇൻപുട്ട്സ്, ഔട്ട്പുട്ട്സ്, എൻക്വയറീസ്, ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽസ്, എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസ്, ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട്സ് ഔട്ട്പുട്ട്സും ഒക്കെ നമുക്കറിയാം. എൻറ്ററിങ് ദ സിസ്റ്റം, ഇൻഫർമേഷൻ എൻറ്ററിങ് ദ സിസ്റ്റമാണ്. ഔട്ട്പുട്ട്സ് പറയുമ്പോൾ ഇൻഫർമേഷൻ ലീവിങ് ദ സിസ്റ്റമാണ്. എൻക്വയറീസ് പറയുമ്പം നമ്മൾ ഇൻഫർമേഷൻ ആക്സസിങ് ആണ് ഉദ്ദേശിക്കുന്നത്, റിക്വസ്റ്റ് ഫോർ ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽസ് അല്ല, ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽസ് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഹെൽഡ് വിതിൻ ദ സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസ് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഹെൽഡ് ബൈ അനദർ സിസ്റ്റം ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ സിസ്റ്റം ബീങ് അനലൈസ്ഡ്. അപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫയൽസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും നമ്മൾ ഫംഗ്ഷൻ അനലൈസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് FPA ഫംഗ്ഷൻ യൂണിറ്റ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് യൂസർ എൻക്വയറി ചെയ്യും ഇൻറ്റേർണൽ സിസ്റ്റം, ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽ സിസ്റ്റം, അതായത് സിസ്റ്റമായിട്ട്. അതോടൊപ്പം തന്നെ യൂസർ ഇൻപുട്ട്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അതർ ആപ്ലിക്കേഷൻസിൽ നിന്നും നമ്മൾ, അതായത് എക്സ്റ്റേണൽ ഇൻ്റർഫേസസിൽ നിന്നും ഓൾറെഡി നമ്മൾ സിസ്റ്റം പല കാര്യങ്ങളും ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു FPA ഫങ്ഷണൽ പോയിൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ് അല്ലെ ഫങ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് മെയിൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഡേറ്റ ഫംഗ്ഷൻ ടൈപ്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡേറ്റ ഫംഗ്ഷൻ ടൈപ്സിൽ നമ്മൾ ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽസും എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ ഫംഗ്ഷൻ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽസ് പറഞ്ഞാൽ യൂസർ ഐഡൻറ്റിഫൈ ഗ്രൂപ്പ് ഓഫ് ലോജിക്കൽ റിലേറ്റഡ് ഡേറ്റ ഓർ കൺട്രോൾ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ വിത്തിൻ സിസ്റ്റം. ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻസോ കൺട്രോൾ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഡേറ്റയോ ഒക്കെ നമ്മൾ ഏത് സിസ്റ്റമാണ് അനലൈസ് ചെയ്യുന്നത് അതിന് ഇൻസൈഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫയൽസാണ് ഇൻറ്റേർണൽ ലോജിക്കൽ ഫയൽസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസ് പറഞ്ഞാൽ നമ്മൾ അതർ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഫയൽസാണ്. യൂസർ ഐഡൻറ്റിഫൈബിൾ ഗ്രൂപ്പ് ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഓർ കൺട്രോൾ ഇൻഫർമേഷൻ റെഫറൻസ്ഡ് ബൈ ദ സിസ്റ്റം but maintained within another system. This means that EIF counted for one system may be an IELF in another system. The next is നമ്മൾ ആദ്യം കണ്ടത് ഡേറ്റ ടൈപ്പ് ഇതായിരുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ട്രാൻസാക്ഷണൽ ഫംഗ്ഷൻ ടൈപ്സ്. എക്സ്റ്റേണൽ ഇൻപുട്ട്സ്, എക്സ്റ്റേണൽ ഔട്ട്പുട്ട്സ് ആൻഡ് എക്സ്റ്റേണൽ എൻക്വയറിയാണ്. അപ്പം എക്സ്റ്റേണൽ ഇൻപുട്ട്സ് പറഞ്ഞാൽ പ്രോസസ്സസ് ഡേറ്റ ഓർ കൺട്രോൾ ഇൻഫർമേഷൻ ദറ്റ് കംസ് ഫ്രം ഔട്ട്സൈഡ് ദ സിസ്റ്റം. ഔട്ട്സൈഡ് ദ സിസ്റ്റം ഉദ്ദേശിക്കുന്ന ഔട്ട്സൈഡ് ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കാം. ദ EI ഈസ് എൻ എലമെൻ്ററി പ്രോസസ് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് മീനിങ് ടു ദ എൻഡ് യൂസർ ഇൻ ദി ബിസിനസ്. അതായത് യൂസേഴ്സ് കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ ഔട്ട്പുട്ട് ഈസ് എൻ എലമെൻ്ററി പ്രോസസ് ദാറ്റ് ജനറേറ്റ് ഡേറ്റ ഓർ കൺട്രോൾ ഇൻഫർമേഷൻ ടു ബി സെൻറ്റ് ഔട്ട്സൈഡ് ദ സിസ്റ്റം. നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്സൈഡിലോട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ് എക്സ്റ്റേണൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എൻക്വയറി എന്ന് പറഞ്ഞാൽ എൻക്വയറി ഈസ് എന്താ പറയുക എലമെൻ്ററി പ്രോസസ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ടു ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡേറ്റ റിട്രീവലാണ് ഉദ്ദേശിക്കുന്നത്. The next is special features. Function point approach is independent of the language, tools or methodologies used for implementation. That is, they do not take into consideration programming languages, database management system, processing hardware or any other database technology. അതായത് ഫംഗ്ഷൻ പോയിൻ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻപുട്ട്സ് പ്രോസസ്സിങ്, ഔട്ട്പുട്ട് പ്രോസസ്സിങ്, ഇൻക്വയറി, എക്സ്റ്റേണൽ ആണ് ഇൻപുട്ട് ഫയൽ പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ എന്താണ്, നമ്മൾ ലാംഗ്വേജോ ടൂൾസോ മെത്തഡോളജീസോ ഒന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻ്റ് ആണ്. ഫങ്ഷൻസ് പോയിൻറ്റ്സ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് design specification, thus making it possible to estimate development efforts in early phases of development. അപ്പം നമ്മൾ ഫംഗ്ഷൻ പോയിൻ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഫ്രം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അല്ലെ ഡിസൈൻ സ്പെസിഫിക്കേഷനിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഓവറോൾ ഡെവലപ്മെൻറ്റ് എഫേർട്സ് പ്രയോറായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ പോയിൻറ്റ്സിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനൊക്കെയാണ്. ഫംഗ്ഷൻ പോയിൻറ്റ്സ് ആർ ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ്. എനി ചേഞ്ച് ഓഫ് റിക്വയർമെൻറ്റ്സ് ക്യാൻ ഈസിലി ബി ഫോളോഡ് ബൈ എ റീഎസ്റ്റിമേറ്റ്.
ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു റിക്വയർമെൻറ്റ് ഫേസും ഡിസൈൻ ഫേസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. സോ എന്തെങ്കിലും ചേഞ്ച് റിക്വയർമെൻറ്റിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ റീഎസ്റ്റിമേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ പോയിൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദി സിസ്റ്റം യൂസേഴ്സ് എക്സ്റ്റേണൽ വ്യൂ ഓഫ് ദ സിസ്റ്റം. നോൺ ടെക്നിക്കൽ യൂസേഴ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഫംഗ്ഷൻ പോയിൻറ്റ്സ് ആർ മെഷറിങ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്റ്റേണൽ വ്യൂസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ പോയിൻറ്റ്സ് ബേസ് ചെയ്തിരിക്കുന്നത്. ആർ ബേസ്ഡ് ഓൺ ദി സിസ്റ്റം യൂസേഴ്സ് എക്സ്റ്റേണൽ വ്യൂസ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ദെൻ നമ്മൾ അതായത് ഓരോന്നിനും, അതായത് പറഞ്ഞല്ലോ നമ്മളിതൊരു കാൽക്കുലേഷനാണ്. അതായത് നമുക്ക് സൈസ് എസ്റ്റിമേഷൻ അല്ലെ കോസ്റ്റ് എസ്റ്റിമേഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ് വ്യൂവിൽ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഫംഗ്ഷൻ പോയിൻറ്റിൻ്റെ ബേസിസിലാവുമ്പം എങ്ങനെയാണ് അത് കൗണ്ടിങ്, അതായത് കാൽക്കുലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ കേസസിനും നമ്മൾ വെയ്റ്റിംഗ് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ ഇൻപുട്ട് ആണെങ്കിൽ ലോ, ആവറേജ്, ഹൈ എന്നാണ് മെയിൻലി ലെവൽസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോ ആണ് 3, ആവറേജ് ആണ് 4, ഹൈ ആണ് 6. അപ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്ട്, എക്സ്റ്റേണൽ ഇൻക്വയറീസ്, എക്സ്റ്റേണൽ ലോജിക്കൽ ഫയൽസ്, എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസ്, ഇതിനെല്ലാം ഓരോരോ വെയ്റ്റിംഗ് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന നമുക്ക് ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻ യൂണിറ്റ്സിന് ഈ ഒരു വെയ്റ്റിംഗ് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഇതിന് കാൽക്കുലേഷൻ ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. കാൽക്കുലേഷൻ ടേബിൾ എന്ന് പറയുന്നത് വെയ്റ്റിംഗ് ഫാക്ടേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ഫോർ ഓൾ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ആൻഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഫംഗ്ഷണൽ യൂണിറ്റ്സ് അക്കോർഡിംഗ്ലി. ദ പ്രൊസീജിയർ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റ് ഈസ്, അതായത് നമ്മൾ ഓരോ ഫംഗ്ഷണൽ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന വാല്യൂസ് എത്രയാണോ, അതായത് എക്സ്റ്റേണൽ ഇൻപുട്സിൻ്റെ വാല്യൂ എത്രയാണോ അത് നമ്മുടെ ഓരോ പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ലോ ആണെങ്കിൽ ലോ 3 വെച്ചിട്ട്, ആവറേജ് ആണെങ്കിൽ 4 വെച്ചിട്ട്, ഹൈ ആണെങ്കിൽ 6 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് കോംപ്ലക്സിറ്റി ടോട്ടൽ എടുക്കും. ദെൻ ആ ടോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ് ഫംഗ്ഷണൽ യൂണിറ്റ് ടോട്ടൽ ഓരോന്നിനെയും വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ടോട്ടൽ അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റ് കൗണ്ട് ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങളും സെപ്പറേറ്റ് മെഷർ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൈസ് ഓവറോൾ എസ്റ്റിമേഷനൊക്കെ ചെയ്യുന്നത്, ഫംഗ്ഷൻ പോയിൻറ്റിൻ്റെ എസ്റ്റിമേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സൈസ് എസ്റ്റിമേഷനാണ്, കുറച്ച് കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത്, പ്രോജക്റ്റ് പ്ലാനിങ്. അപ്പോൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതിലൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോജക്റ്റിലോട്ട് എത്തുന്നത്, ഒരു സിസ്റ്റം ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സൈസ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ ലൈൻ ഓഫ് കോഡ്, അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ഇരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷനാണ്. എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എസ്റ്റിമേഷൻ ടെക്നിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ആൻഡ് ആർ ഹാവിങ് ഫോളോവിങ് ആട്രിബ്യൂട്ട്സ് ഇൻ കോമൺ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമൺലി ഉണ്ടാകാവുന്ന എക്സ്പെൻസസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കോമൺ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പ്രോജക്റ്റ് സ്കോപ്പ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അഡ്വാൻസ്. സോഫ്റ്റ്വെയർ മെട്രിസസ് ആർ യൂസ്ഡ് ആസ് എ ബേസിസ് ഫ്രം which estimates are made. The project is broken into small pieces which are estimated individually. നമുക്കറിയാവുന്ന കാര്യങ്ങൾ. To achieve reliable cost and schedule estimates, a number of options arise. Delay estimation until late in project. Use simple decomposition techniques to generate project cost and schedule estimates. Develop empirical models for estimation. Acquire one or more automated estimation tools. അപ്പം നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ, അതായത് പ്രൊജക്റ്റ് സ്കോപ്പ് ഓവറോൾ, അതായത് ഇൻ അഡ്വാൻസ് ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ മെട്രിക്സസ്, അത് കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിനി അടുത്തത് ഈ കാൽക്കുലേഷൻ മോഡൽസ് ആണ് വരുന്നത്. എസ്റ്റിമേഷൻ ടൂൾസ് അല്ലെ എംപിരിക്കൽ മോഡൽസ് ഫോർ എസ്റ്റിമേഷൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള മോഡൽസിനെ കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ മെട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ കുറേ, അതായത് പിന്നെ വേറൊരു കാര്യം കൺസിഡർ ചെയ്യുന്ന പ്രോജക്റ്റ് ഈസ്, നമുക്കറിയാം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ മോഡ്യൂൾസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം.
ഓക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ പ്രോജക്റ്റ് കംപ്ലീഷൻ ലാഗ് ചെയ്ത് പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആ രീതിയിലും എസ്റ്റിമേഷൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോസ്റ്റ് എസ്റ്റിമേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മൾ പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ ഒരു സോഫ്റ്റ്വെയർ വന്നു കഴിയുമ്പോൾ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഏതൊക്കെ ഏരിയയിലാണ് കോസ്റ്റ് വരുന്നതെന്നുള്ളൊരു ഒരു ബ്രീഫായിട്ടുള്ള ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. റിലേറ്റീവ് കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഫേസ്. ആക്ച്വലി ഈ ഓരോ കളേഴ്സ് ഓരോ ഫേസസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ റിക്വയർമെൻറ്റ് കുറച്ചേ വരുന്നുള്ളൂ, അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ, ദെൻ മെയിൻ്റനൻസ് ഫേസിലാണ് ഏകദേശം എന്താണ് 80% അല്ലെങ്കിൽ 75% കോസ്റ്റ് വരുന്നത് ഏത് ഫേസിലാണ്? മെയിൻ്റനൻസ് കോസ്റ്റിലാണ്. ബാക്കിയൊക്കെ കേസസിൽ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓവറോൾ കോസ്റ്റ്, സൈസ്, പിന്നെ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ്, അതായത് SRS കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡെവലപ്മെൻറ്റ് ഫേസിലോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.